PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് 3 ജില്ലയുടെയും കൂടെ വരാണ്ടായിരുന്നുള്ളൂ ലാബ് അസിസ്റ്റന്റിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ്. ഇപ്പോൾ അതിലൊരെണ്ണം, അതായത് കണ്ണൂർ ജില്ലയുടെ ലാബ് അസിസ്റ്റന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കണ്ണൂർ ജില്ലയുടെ ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാറ്റഗറി നമ്പർ 447/2023 കണ്ണൂർ ജില്ലയിലെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ലിസ്റ്റാണ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിലായിട്ട് നടന്ന പ്രിലിമിനറി പരീക്ഷയുടെ, അതായത് 10th ലെവൽ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ രജിസ്റ്റർ നമ്പർ നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിലുണ്ട്, അത് പരിശോധിക്കുക. അതിൽ നിങ്ങൾ ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ലപോലെ വർക്ക് ചെയ്യുക. കാരണം ഇനി അധികം ദിവസമൊന്നുമില്ല, അപ്പോൾ നല്ല ഹാർഡ് വർക്ക് തന്നെ വേണം. ജൂൺ 21 ആണല്ലോ ഇതിൻ്റെ മെയിൻ എക്സാമിനേഷൻ. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ ഇവിടെ തന്നിരിക്കുന്നത് ന്യൂമറിക്കൽ സീക്വൻസിലാണ്. അത് റാങ്കിൻ്റെയോ അല്ല സ്കോറിൻ്റെയോ മാർക്കിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്, ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു ക്രൈറ്റീരിയയാണ്, അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ല. മെയിൻ എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി ആ കോമൺ പ്രിലിമിനറി 10th ലെവൽ എക്സാമിനേഷൻ്റെ OMR പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ എലിജിബിലിറ്റി ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് കണ്ണൂർ ജില്ലയുടെ ലാബ് അസിസ്റ്റന്റിന്റെ എന്ന് പറയണത് 58.188 മാർക്കും അതിന് മുകളിലും ആ പ്രിലിമിനറി OMR ടെസ്റ്റിന്റെ സ്റ്റാൻഡർഡൈസേഷന് ശേഷം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റീസിനൊക്കെ ഈ മാർക്ക് താഴ്ത്തിയിട്ടാണ് അവരുടെ കട്ട് ഓഫ് നിശ്ചയിച്ചിട്ടുള്ളത്, കാരണം അവരുടെ പ്രാതിനിധ്യം ഈ ലിസ്റ്റിൽ വേണ്ടത്ര ഉറപ്പിക്കാനായിട്ട്. ഇനി അങ്ങനെയുള്ളവർ അവരുടെ ക്ലെയിം പ്രൂവ് ചെയ്യാനായിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റോ EWS സർട്ടിഫിക്കറ്റോ ഒക്കെ ആ 1 ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അവരുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെയും മാർക്ക് ലോവർ ചെയ്തിട്ടാണ്, കട്ട് ഓഫ് മാർക്ക് താഴ്ത്തിയിട്ടാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവരും വാലിഡ് ഡോക്യുമെൻറ്റ്സ് അവരുടെ ക്ലെയിം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഹാജരാക്കണം, അല്ലാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പൊതുവായിട്ട് ഈ എല്ലാ ഉദ്യോഗാർത്ഥികളും ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാത്ത പക്ഷം അവരുടെയൊക്കെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിലത്തെ പ്രൊസീജിയർ പ്രകാരം റീവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ അനുവദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ പേയ്മെൻറ്റ് പോർട്ടൽ വഴി 85 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ആ മെത്തേഡിൽ കൂടെ മാത്രം വേണം, അങ്ങനെയുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട്. വേറെ രീതിയിലുള്ള ഇതൊന്നും കൺസിഡർ ചെയ്യില്ല. അത് മാത്രമല്ല, ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിലാണ്, 15 ദിവസത്തിന് ഉള്ളിൽ വേണം നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനും. അതായത് 28/5/2025 അതിനു മുമ്പോ ആയിട്ടുള്ള അപ്ലിക്കേഷൻ മാത്രമേ സ്വീകരിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ OMR ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അവരും 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ PSCയുടെ വെബ്സൈറ്റ് വഴി 335 രൂപ ഈ പേയ്മെൻറ്റ് ആയിട്ട് പോർട്ടൽ വഴി അപ്ലൈ ചെയ്താൽ, അതും 15 ദിവസത്തിനുള്ളിൽ വേണം ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട്. അതായത് ഈ പറഞ്ഞ ഡേറ്റ് 28/5/2025 മുമ്പായിട്ട് കിട്ടണ ആപ്ലിക്കേഷൻ മാത്രമേ, അതും ഈ രീതിയിൽ കൂടെ മാത്രം ഉള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി ഏത് രീതിയിൽ കൂടെയുള്ള ആപ്ലിക്കേഷനും കൺസിഡർ ചെയ്യില്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഡിഫക്റ്റ് ഉള്ള OMR ആൻസർ ഷീറ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യില്ല എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കണ്ണൂർ ജില്ലയുടെ എലിജിബിലിറ്റി ലിസ്റ്റ് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ വിവരങ്ങൾ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.